മെസ്സിഹായിൽ ഏറ്റവും സ്നേഹമുള്ള പീറ്ററച്ചൻ, ഇവിടെയുള്ള മറ്റു സേവനം ചെയ്യുന്ന വൈദികരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട പ്രേക്ഷിതരെ, പ്രിയപ്പെട്ട ദൈവജനമേ, 2016 സെൻറ് തോമസ് കോളേജിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൻ്റെ അവസാന വർഷമായിരുന്നു, 3ാമത്തെ വർഷം. ഞങ്ങളുടെ രക്തച്ചൻ ജെയ്സൺ കൂനമ്പ്ളാക്കിലച്ചൻ ഞങ്ങളോട് പറഞ്ഞു, തിരിച്ച് സെമിനാരിയിലേക്ക് വരുന്നതിന് മുമ്പ് അൽമായ സഹോദരങ്ങളുടെ കൂടെ ഒരു ധ്യാനം കൂടണം, അതെവിടെയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയത്, ഞാനും എഡ്വിൻ എന്ന് പറയുന്ന ഇന്നത്തെ അച്ഛനും കണ്ടെത്തിയ സ്ഥലം ഗാഗുൽത്ത ധ്യാന കേന്ദ്രമായിരുന്നു. 2016 അങ്ങനെ ധ്യാനത്തിനായിട്ട് ഇവിടെ കടന്നു വന്നു. ഒരാഴ്ച ധ്യാനം ഇവിടെ കൂടി. അങ്ങനെ കൈവെപ്പ് ശുശ്രൂഷ സമയത്ത് പീറ്ററച്ചന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയൊരു കൃപയുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വീണുവെന്ന് വരും. രണ്ടാമതായിട്ട്, നമ്മളിൽ നിന്ന് ബന്ധനം വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വീണുപോയി എന്ന് വരും. ഇങ്ങനൊരു കഴിവുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു വൈദികരും ഒരുപക്ഷെ മറ്റ് സിസ്റ്റേഴ്സും ഒരുപക്ഷെ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും എന്നോട് പറഞ്ഞത്, എൻ്റെ സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്ന ബാച്ച്മേറ്റ്സൊക്കെ പറഞ്ഞത്, നീ ധ്യാനത്തിന് കൂടിക്കോ, പക്ഷെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ വീണേക്കരുത് എന്ന് പറഞ്ഞു. വീണ് കഴിഞ്ഞാൽ അത് തട്ടിപ്പാണെന്ന് പറഞ്ഞു, അതൊക്കെ കളിപ്പീരാന്ന് പറഞ്ഞു. അപ്പോൾ വീണിട്ട് നീ ധ്യാനം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ധ്യാനത്തിന് വിടുന്നത്. അപ്പം ഞാനും എഡ്വിൻ ബ്രദറും കൂടിയിട്ട് അന്ന് ധ്യാനത്തിന് വന്നു. ധ്യാനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം, നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പ്രൈസ് ദി ലോർഡ് പറയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അപ്പോൾ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പരിശുദ്ധാത്മാവിനെ വേണം, കാരണം തിരിച്ച് സെമിനാരിയിലേക്ക് പോവുകയാണ്. ഇനി 2 കൊല്ലം ഫിലോസഫി കഴിഞ്ഞ് ഉടുപ്പിടണം, പിന്നെ 4 വർഷത്തിനുള്ളിൽ അച്ഛനാവണം. അപ്പോൾ അതിനുള്ള കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ മുന്നേറുകയാണ്. അതുകൊണ്ട് ബോധ്യത്തോടു കൂടെ തിരിച്ച് സെമിനാരിയിലേക്ക് പോകണം എന്ന ബോധ്യത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. പരിശുദ്ധ കുർബാനയ്ക്കും ഇവിടെയുള്ള ധ്യാനത്തിനും ഇവിടെയുള്ള ക്ലാസ്സുകളൊക്കെ കൂടാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ധ്യാനം മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അയക്കണമേ, വൈദികനാകുന്നുണ്ടെങ്കിൽ അഭിഷേകമുള്ള വൈദികനാകാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ കേണപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഉള്ളിൽ തീരുമാനിച്ചു. ഞാൻ എഡ്വിൻ ബ്രദറിനോടും പറഞ്ഞു, എടാ നീ വീണേക്കരുത്, വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ബ്രദേഴ്സ് ആ കൂട്ടത്തിലേക്ക് നമ്മൾ ചേർക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഇതൊക്കെ തട്ടിപ്പാണെന്നാണ് ബ്രദേഴ്സിൻ്റെ ഇടയിൽ പോലും ഉള്ള സംസാരം. അപ്പോൾ അച്ഛന്മാരാൻ പഠിക്കുന്നവരുടെ ഇടയിൽ പോലും ഇതൊക്കെ കരിസ്മാറ്റിക് രീതികളും ഈ പ്രാർത്ഥനാ രീതികളും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളൊക്കെ തട്ടിപ്പാണെന്നാണ് അവരുടെ ഉള്ളിലൊക്കെയുള്ള വിചാരം. ഞാനും അങ്ങനെ വിചാരിച്ചു പോയി, പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ സ്വയം താഴ്ത്തി വചനം പ്രഘോഷിക്കുന്ന അച്ഛനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോ വളരട്ടെ, ഞാൻ കുറയട്ടെ എന്നാണ് എൻ്റെ ആപ്തവാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് എഴുന്നള്ളി വരണമെന്നൊക്കെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ പീറ്ററച്ചൻ ഇവിടെ നിന്നിട്ട് ഈ ബാമയിൽ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ധ്യാനം കൂടാൻ വന്ന സിസ്റ്റേഴ്സ് കുറച്ച് പേര് ആവശ്യമുണ്ട്, ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പെട്ടെന്ന് തന്നെ വരണം, കാരണം സമയം കഴിഞ്ഞു പോയി, പെട്ടെന്ന് നമുക്ക് കൈവച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ധ്യാനം കൂടാൻ വന്ന സിസ്റ്റേഴ്സ് ഒരു 3-4 പേര് വന്നു കഴിഞ്ഞാൽ അവരെ അച്ഛൻ ആശീർവദിച്ച് അവരായിരിക്കും ഇറങ്ങിച്ചെന്ന് പെട്ടെന്ന് തന്നെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ബ്രദറിനും ആശ്വാസമായി, കാരണം അച്ഛൻ വന്നു കഴിഞ്ഞാലാണ് വീഴ്ച ഉണ്ടാവുള്ളൂ. അച്ഛൻ കഴിഞ്ഞാൽ അപ്പോൾ ഈ സിസ്റ്റേഴ്സിന് ആ കഴിവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ധ്യാനം കൂടാൻ വന്ന 4 സിസ്റ്റേഴ്സ് വന്നിട്ട് അച്ഛൻ്റെ കയ്യൊപ്പ് പിടിച്ചു. ആദ്യം വിളിച്ചത് ഞങ്ങളെയാണ്, ബ്രദേഴ്സിനെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 2 പേരാണ് ബ്രദേഴ്സ് ധ്യാനത്തിന് കൂടുന്നുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിചാരം. അത് 4 ദിവസം ഒരുമിച്ച് ധ്യാനമൊക്കെ കൂടിയതാണ്. പക്ഷേ 2 പേര് അങ്ങോട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളൂ, എൻ്റെ ബാച്ച്മേറ്റ് ഒരാളുള്ളൂ. ബ്രദേഴ്സിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ 600 പേരിൽ നിന്നൊരു 17 ബ്രദേഴ്സ് വന്ന് മുട്ടുകുത്തി. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ 17 പേര് ബ്രദേഴ്സോട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ മുമ്പിൽ വന്ന് 17 പേരും മുട്ടുകുത്തി നിൽക്കുക. ഈ സിസ്റ്റേഴ്സ് വന്നിട്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതാണ്ട് കിടക്കണോ, വാഴ വെട്ടിയിട്ട പോലെ ഒരെണ്ണം. അപ്പം ഞാൻ ഉള്ളി കളിയാക്കി, ഇതേ തട്ടിപ്പ്. രണ്ടാമത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമതൊരുത്തൻ വീണു, രണ്ടാമത്തെ ബ്രദറും വീണു. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത തട്ടിപ്പ്. അപ്പോൾ എൻ്റെ എഡ്വിൻ ബ്രദറിൻ്റെ അടുത്തെത്തി.
തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എഡ്വിൻ ബ്രദർ വീണില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു, അടിപൊളി, നീ വീണില്ലല്ലോ, ഈ തട്ടിപ്പിന് നീ വിധേയമായില്ല, വെരി ഗുഡ്. പക്ഷേ പരിശുദ്ധാത്മാവിനെ വേണം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അങ്ങനെ പരിശുദ്ധാത്മാവെ നിറയണമേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സിസ്റ്റർ വന്നിട്ട് തലയിൽ കൈവച്ചു. പ്രൈസ് ദ ലോർഡ്. ഞാനും വീണില്ല. അങ്ങനെ ഞങ്ങൾ 17 പേരിലെ ഒരു 5-6 ബ്രദേഴ്സ് വീണു. ഞാനും ആഗ്രഹിച്ചില്ല വീഴാൻ, എഡ്വിൻ ബ്രദറും ആഗ്രഹിച്ചില്ല വീണില്ല. അങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അച്ഛനോട് എന്നിട്ട് പറയുകയാണ്, എന്നാൽ പിന്നെ നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റോ എന്ന് പറയാം. അപ്പോൾ ഈ വീണ 6 പേരും ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റു, എഡ്വിൻ ബ്രദറും എഴുന്നേറ്റു. ഞാനതൊക്കെ കാണുന്നുണ്ട്, എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ മുട്ടുമേ നിൽക്കുകയാണ്. നിങ്ങൾക്കത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് എനിക്കറിയില്ല. ഈ പരിശുദ്ധാത്മാവിന്റെ ലഹരി പിടിച്ച ഉന്മത്തനായ പോലെ ഞാൻ അവിടെ മുട്ടുമേ നിൽക്കുകയാണ്. അച്ഛൻ അവിടെ പറയുന്നുണ്ട്, എഴുന്നേൽക്കാൻ പറയുന്നുണ്ട്, എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. പതുക്കെ പതുക്കെ എൻ്റെ തല താഴാൻ തുടങ്ങി, തല തറയിൽ പോയി മുട്ടി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് ലീഹ സാവൂളായിരുന്ന സമയത്ത്, അവിടുന്ന് ഇങ്ങനെ ദമാസ്കസിലേക്ക് പോകുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയിരുന്ന സാവൂളിനെ അങ്ങനെ വെട്ടി വീഴ്ത്തിയിട്ട കർത്താവിന്റെ അനുഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ബലകരം ഉയർത്തി പറയാമോ? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അപ്പോൾ അച്ഛനെ ഇവിടെ ബേമേമ നിന്നിട്ട് ഈ സുവിശേഷ വേദിയിൽ നിന്നിട്ട് പറഞ്ഞു, അവിടെ ഇട്ടോ എന്ന് പറഞ്ഞു. ആരും എടുക്കാൻ നോക്കണ്ട. അപ്പോൾ ഈ ബ്രദറും വേറെ ബ്രദേഴ്സ് കൂടിയിട്ട് എന്നെ എടുക്കാൻ നോക്കുന്നുണ്ട്, എന്താ പറ്റിയാവോ വെച്ചിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവിടെ ഇട്ടേരെന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് 10-600 പേരെ കൈവച്ച് പ്രാർത്ഥന കഴിയുന്നവരെ ഞാൻ നാണം കെട്ട് അവിടെ കിടന്നു. പക്ഷെ ബോധമുണ്ട്, എഴുന്നേൽക്കാൻ തോന്നുന്നുണ്ട്, അച്ഛൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, സ്തുതിക്കുന്നത് കേൾക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. പക്ഷെ നാണം കെട്ട് ഞാൻ അവിടെ കിടന്നത്, ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈശോ വളരട്ടെ, ഞാൻ കുറയട്ടെ. ഈശോ വളരട്ടെ, ഞാൻ കുറയട്ടെ. സ്നാപയോഹന്നാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വിശുദ്ധനാണ്. എൻ്റെ മാമോദിസ പേര് സ്നാപയോഹന്നാൻ്റെതാണ്. ഇങ്ങനെ ഒരു വെട്ട് 2 മുറി എന്ന് ഞാൻ ഇടവകയിലായിരിക്കുമ്പോഴൊക്കെ എൻ്റെ ഇടവക്കാർ പറയാറുണ്ട്. പക്ഷേ സ്നേഹമുള്ള അച്ഛനാണ്, പെട്ടെന്ന് തന്നെ കരയും, കാല് പിടിക്കാനും തയ്യാറാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. 9 വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്ത സഭയിൽ ചേർന്ന ഒരു അപ്പച്ചൻ അങ്ങനെ പരിശുദ്ധ അമ്മയിൽ നിന്നൊക്കെ അകന്നുപോയി, അങ്ങനെ കത്തോലിക്ക സഭയിൽ നിന്നൊക്കെ അകന്നുപോയി ജീവിച്ചിരുന്ന അപ്പച്ചൻ, ഞാൻ ഓർക്കുകയാണ്, ഇന്ന് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ഞാൻ ആ വീട്ടിൽ ചെന്ന് ആ അപ്പച്ചൻ്റെ കാലിൽ മുത്തി. എന്നിട്ട് പറഞ്ഞു, അപ്പച്ചനോട് ഏതെങ്കിലുമൊക്കെ വൈദികരോ സിസ്റ്റേഴ്സോ മെത്രാന്മാരോ കൈക്കാരന്മാരോ കുടുംബ ജീവിതം നയിക്കുന്നവരോ ഏകസ്ഥ ജീവിതം നയിക്കുന്നവരോ ആരെങ്കിലുമൊക്കെ ഈ സഭയിലുള്ള ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു പറഞ്ഞിട്ട് അപ്പച്ചൻ്റെ കാല് മുത്തി അവിടെ കിടന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ കാലുകളിൽ മുത്തി കിടന്നപ്പോൾ അപ്പച്ചൻ്റെ കണ്ണുനീരെൻ്റെ ശിരസിൽ വീണു. എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എഴുന്നേൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ എഴുന്നേൽക്കില്ല. പ്രൈസ് ദ ലോർഡ്, ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ എഴുന്നേൽക്കില്ല. അങ്ങനെ പരിശുദ്ധ അമ്മയെ കൂട്ടിപ്പിടിച്ച് ഞാൻ ഈ കാലിൽ വീണ് കെടുക്കുകയാണ്, പാദത്തിൽ കിടക്കുക. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ബ്രദറെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അത് ഞാൻ അച്ഛനായിട്ടില്ല, ഉടുപ്പിട്ടതിന് ശേഷം നടന്നൊരു സംഭവമാണ്. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം തന്നു. എന്നിട്ട് പറഞ്ഞു, കത്തോലിക്ക സഭയിൽ ഇത്തരത്തിലുള്ള ബ്രദേഴ്സിനെയും ഇത്തരത്തിലുള്ള പ്രേക്ഷിതരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആവശ്യമുണ്ട്, അത്രക്കാരെയാണ് സഭയ്ക്ക് ആവശ്യമെന്ന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, അന്ന് ആ അപ്പച്ചൻ കുമ്പസാരിക്കുക. അടുത്ത ദിവസം ഈ സ്നേഹോത്സവം എന്ന ധ്യാനം നടക്കുന്ന വേളയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് എൻ്റെ വലത്ത് ഭാഗത്ത് എൻ്റെ ഒരുമിച്ച് നിന്ന് കുർബാന അർപ്പിച്ച് ഞാൻ കുർബാന സ്വീകരിച്ചതിന് ശേഷം ആ അപ്പച്ചൻ കുർബാന സ്വീകരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ഇവിടെയുള്ള അപ്പച്ചന്മാരോട് അമ്മച്ചിമാരോട് യുവജനങ്ങളോട് കുഞ്ഞുമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും വൈദികരോടോ സിസ്റ്റേഴ്സിനോടോ മെത്രാന്മാരോടോ സഭയിലുള്ള ആരുടെങ്കിലോ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഈ സമയം അച്ഛൻ നിങ്ങളുടെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കുകയാണ്. നിങ്ങൾ തിരിച്ച് സഭയിലേക്ക് വരണമേ എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത് മീഡിയയിലൂടെ കാണുന്ന ഒരുപാട് മക്കളുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ കൊറോണയ്ക്ക് ശേഷം
പള്ളിയിൽ പോകാതെ ഇനി TV-യിൽ കണ്ടാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പരിശുദ്ധാത്മാവ് ഈ സമയം നിങ്ങളെ നോക്കി പറയുന്നു. നിങ്ങൾ തിരിച്ച് ഇടവകയിലേക്ക് വരാൻ, കുർബാനയിലേക്ക് വരാൻ, ഇപ്പോൾ വന്നിരിക്കുന്ന വികാരിച്ചനെ കണ്ട് സംസാരിക്കാൻ നിങ്ങളോട് കർത്താവിന്റെ ആത്മാവ് പ്രചോദിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകൾ തുറന്ന് കർത്താവിലേക്ക് നോക്കാം. അന്ന് കാൽവരി മലമേൽ പരിശുദ്ധ അമ്മ തൻ്റെ മകനെ ഇങ്ങനെ നോക്കി, അങ്ങനെ നോക്കി പ്രാർത്ഥിച്ചത് ഒന്ന് ഈ സമയം മനസ്സിൽ കാണാം. ഒന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് സ്വന്തം മകൻ മരിക്കാനായിട്ട് കിടക്കുന്നു, അവസാനത്തെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു. ആ അമ്മയുടെ സങ്കടത്തോട് തുലനം ചെയ്യുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും സങ്കടം എന്താണ് പ്രിയപ്പെട്ടവരെ? ആ അമ്മ പറയുകയാണ്, എനിക്ക് 7 വ്യാകുലങ്ങളുണ്ട്. പക്ഷേ ഒരു അച്ഛന് ഒരു ദർശനം കൊടുക്കുകയാണ്. അത് സഭ അംഗീകരിച്ചതൊന്നല്ല, പക്ഷേ 8ാമത്തെ ഒരു വ്യാകുലമായിട്ട് ഇങ്ങനെ കാണുകയാണ് അച്ഛൻ്റെ ഒരു സ്വപ്നത്തിൽ. അപ്പം അച്ഛൻ ഇങ്ങനെ ചോദിച്ചു പരിശുദ്ധ അമ്മയോട്, എന്താണ് ഈ 8ാമത്തെ? 7 കേട്ടിട്ടുണ്ട്, 7 ധ്യാനിക്കാറുണ്ട്, എന്താണ് 8ാമത്തെ? 8ാമത്തെ എൻ്റെ പ്രിയപ്പെട്ടവരെ, കാൽവരി മലമേൽ ഈശോ കുരിശുമേ കിടന്നുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ, നമ്മുടെയൊക്കെ പ്രതിനിധി യോഹന്നാൻ ശ്ലീഹായെ മകനായി ഏൽപ്പിച്ചു. അന്ന് സഭ മുഴുവനുള്ള മക്കൾ ആരുടെ മക്കളായി മാറി? അമ്മയുടെ മക്കളായി മാറി. നമ്മളെല്ലാവരും അമ്മയുടെ മക്കളായി മാറി. ഇന്ന് ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന പാപങ്ങളാണ് ഈ 8ാമത്തെ വ്യാകുലമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ നോക്കി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് യശന് നോക്കുമ്പോൾ 3D എഫക്റ്റ് പോലെ ഈ വാള് മാത്രം ഇങ്ങനെ കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റു വാളുകളൊക്കെ ഇങ്ങനെ സമാധാനത്തിൽ നിൽക്കുന്നുണ്ട് കുത്തിയിട്ട്, ഇത് കിടന്ന് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പാപം, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പാപം. കുമ്പസാരിക്കുന്നില്ല, മുഴുവൻ കുമ്പസാരം നടത്തുന്നില്ല, പ്രാർത്ഥനയിലേക്ക് വരുന്നില്ല, പരിശുദ്ധ കുർബാനയിലേക്ക് വരുന്നില്ല, അനുരഞ്ജനപ്പെടാൻ സാധിക്കുന്നില്ല, ഭാര്യയോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, ഭർത്താവിനോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ മക്കളോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, അയൽവക്കക്കാരോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, സഹോദരി സഹോദരന്മാരോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. ഇതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മയോടൊന്ന് പറഞ്ഞ, അമ്മേ സോറി എന്ന് പറഞ്ഞ, അമ്മേ സോറി ഒന്ന് പറയാമോ? അമ്മേ സോറി, അമ്മേ സോറി. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വേദന കണ്ടുകൊണ്ട് ഈശോയിലേക്ക് തിരിച്ചു വരാം. ഏറ്റവും അടുത്ത് നടന്ന പരിശുദ്ധ അമ്മയുടെ ഏറ്റവും അടുത്ത് നടന്ന ഒരു അനുഭവം, മിഞ്ഞാന്ന് നടന്ന അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മിഞ്ഞാന്ന് ഈ അനുഭവം എനിക്കുണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 16 വർഷമായിട്ട് ഒരു വീട്ടിൽ നിരന്തരമായി പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രത്തിൽ നിന്ന്, ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് മേടിച്ച ഒരു ചിത്രത്തിൽ നിന്ന് 16 വർഷമായി രക്തവും അതുപോലെ തന്നെ എണ്ണയും ഒഴുകുന്നുണ്ട്. ഞാനും ഇത് വിചാരിച്ചിരുന്നത്, വാട്സാപ്പിലൊക്കെ കാണുമ്പോൾ, യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഇതൊക്കെ തട്ടിപ്പാണെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിലൊക്കെ സത്യമുണ്ട്, ചില അടയാളങ്ങളാണത്, ചില അത്ഭുതങ്ങളാണത്, ചില നാടിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് അനുവദിക്കുന്നതാണ്. ഇതൊരു സന്ദേശം നൽകുന്നുണ്ട്. വൈദികരുടെ വിശുദ്ധീകരണം ആവശ്യപ്പെടുന്നുണ്ട്, സിസ്റ്റേഴ്സിന്റെ വിശുദ്ധീകരണം ആവശ്യപ്പെടുന്നുണ്ട്, മെത്രാന്മാരുടെ വിശുദ്ധീകരണം ആവശ്യപ്പെടുന്നുണ്ട്, നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധീകരണം ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ കരച്ചിൽ. അങ്ങനെ ആ വീട്ടിൽ ചെന്നപ്പോൾ നാളുകളായിട്ടിപ്പോൾ ആ ചിത്രത്തിൽ നിന്ന് ഇങ്ങനെ എണ്ണ വരുന്നില്ല. അപ്പോൾ അവരെ തുടച്ച് അത് നല്ല നല്ല രീതിയിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. ആ വീട്ടിൽ ചെന്ന് ഞാനും ഒരു സഹോദരൻ കൂടിയിട്ടാണ് ചെന്നത്. അവരുടെ വീട്ടുകാരവിടെയുണ്ട്. അവിടെ ചെന്ന് ആ ചില്ലൊക്കെ മാറ്റി വൈദികർക്ക് മാത്രം ആ ചിത്രം തൊടാനുള്ള അനുവാദം ആ വീട്ടുകാർ നൽകിയിട്ടുണ്ട്. പിന്നെ കൃപയുള്ള സിസ്റ്റേഴ്സിനും അതെടുക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. വൈദികർക്ക് കൃപയില്ലെങ്കിലും എടുക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. കാരണം കൃപയില്ലാത്ത വൈദികരും പരിശുദ്ധ കുർബാന ഉയർത്തുന്നുണ്ടല്ലോ. കർത്താവ് കുർബാന ഉയർത്താൻ അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചിത്രം എടുക്കാൻ പിന്നെ വൈദികർക്ക് വേറെ അധികാരം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ചിത്രം എടുത്ത് ഞാനിങ്ങനെ ഈ ചില്ല് മാറ്റി ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ എടുത്ത വേളയിൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, പരിശുദ്ധ അമ്മയുടെ നെറ്റിയിൽ നിന്ന് എണ്ണ ഒഴുകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന്റെ വീഡിയോയും ഇതിന്റെ ചിത്രവും എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് അത് കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ ചിത്രം പിടിച്ചിട്ടൊരു ഫോട്ടോ എടുത്തു.
ഈ ചിത്രം പിടിച്ചൊരു ഫോട്ടോ എടുത്തു, ഇങ്ങനെ പിടിച്ചൊരു ഫോട്ടോ എടുത്തു. ഞാൻ എൻ്റെ ഇൻ്റർസെഷൻ ഒരു ഗ്രൂപ്പുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഇടവകയിലായിരുന്നപ്പോൾ അവിടെ വെച്ച് ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ ഉള്ളിലിങ്ങ് തോന്നിക്കുകയാണ്, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ മമ്മിയുണ്ട്, എൻ്റെ പപ്പയുണ്ട്, എൻ്റെ ബന്ധുക്കളുണ്ട്, എൻ്റെ ഇടവക ജനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ട ചില അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, യുവജനങ്ങളും കുഞ്ഞുമക്കളൊക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നീ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവെ, നാളെ തന്നെ എഴുന്നേറ്റ് അമ്മച്ചിമാരെ, അപ്പച്ചമാരെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ കണ്ടെത്തി ഞാൻ പോയി എല്ലാ ഇടവകയിൽ നിന്നും അങ്ങനെ അഭിഷേകമുള്ളവരെ കണ്ടെത്തി ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മക്കൾ അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അവരിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് ഈ അനുഭവം ഞാനിങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് വാട്സാപ്പിൽ ഇങ്ങനെ ഇട്ടു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പരിശുദ്ധ അമ്മയുടെ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ എണ്ണ ഒഴുകുന്നത്, എൻ്റെ കരങ്ങളിലുള്ള ചിത്രത്തിൽ നിന്ന് ഇങ്ങനെ എണ്ണ ഒഴുകുന്നത് ഞാൻ കണ്ടുവെന്ന് സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ ഫോട്ടോ എടുത്ത കാര്യമോ വീഡിയോ എടുത്ത കാര്യമോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞു. അപ്പോൾ അതിലുള്ള ഒരു അമ്മച്ചി എനിക്ക് പേഴ്സണലായിട്ട് ഒരു ഓഡിയോ അയച്ചു. ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ 3 ദിവസം മുമ്പ് അച്ഛനെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. ആ സ്വപ്നത്തിൽ അച്ഛൻ ഒരു ഫ്ലെക്സോ അല്ലെങ്കിൽ ഒരു ചാർട്ടോ അല്ലെങ്കിൽ ഒരു ചിത്രമോ എന്തോ പിടിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ്. ഇത് ഞാൻ 3 ദിവസം മുമ്പ് കാണുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മിഞ്ഞാന്നെടുത്ത ആ ചിത്രം ആ അമ്മച്ചിക്ക് അയച്ചു കൊടുത്തു. മിഞ്ഞാന്നെടുത്ത ആ ചിത്രം അമ്മച്ചിക്ക് അയച്ചു കൊടുത്തു. അമ്മച്ചി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്നെ ഫോൺ വിളിക്കുന്നത്. എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നെട്ടി തരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛ. 3 ദിവസം മുമ്പ് ഈ പരിശുദ്ധ അമ്മയുടെ രൂപവുമായി അച്ഛൻ നിൽക്കുന്നതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം പഴുവിൽ ധ്യാനത്തിന് ഞാൻ ചെല്ലുന്നത് പോലും ഈ അമ്മച്ചിക്ക് ദർശനം കിട്ടുകയാണ്. ഒരു ഇടവകയിൽ ചെന്ന് ഈ ചിത്രം കാണിച്ചുകൊണ്ട് ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നത് മുൻകൂട്ടി കാണുകയാണ്. എന്നിട്ട് ഇന്നലെ ഞാൻ പഴുവിൽ ചെന്ന് ഈ ചിത്രം കാണിച്ച് ഞാൻ ഇത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ സ്വപ്നം പൂർത്തീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരൊക്കെയോ വിശ്വസിക്കുന്നില്ല, ഇതൊക്കെ തട്ടിപ്പാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു 10-31 വയസ്സുള്ള ചെറുപ്പക്കാരൻ, സൗന്ദര്യവും ഉണ്ട്, അതുമാതിരി തന്നെ എൻ്റെ വീട്ടിൽ അത്യാവശ്യം പണവും ഉണ്ട്, അപ്പൻ്റെ ബിസിനസ് നോക്കി ജീവിച്ചാൽ മതി, ഇതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളെ പറ്റിച്ച് ഒരു ഇല്ലാ കഥ പറഞ്ഞ് ജീവിക്കാനാണോ ഞാനിപ്പോൾ ഇവിടെ അച്ഛനായിട്ട് ഇവിടെ സുവിശേഷം പ്രഘോഷിക്കുന്നത്? എൻ്റെ അമ്മ ആലോചിച്ച നല്ല പെൺകുട്ടി എനിക്ക് കിട്ടുമായിരുന്നു. എനിക്ക് നിങ്ങളെയും എന്നെയും പറ്റിച്ച് ഇങ്ങനെയുള്ള ഇല്ലാ കഥകൾ പറഞ്ഞ് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്താം. ആർക്കെങ്കിലും ഈ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിത്രം കാണും, പ്രേക്ഷകർക്ക് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒളരിക്കാരായിട്ടുള്ള അമ്മമാരും അപ്പച്ചന്മാരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്ക് ഞാൻ അത് അയച്ചു കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം കണ്ടതുകൊണ്ട് വിശ്വസിക്കുക അങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞുകൊണ്ട് ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതൊന്നും തട്ടിപ്പല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ദൈവവചനം തട്ടിപ്പല്ല, കർത്താവിൻ്റെ അത്ഭുതവും അടയാളവും തട്ടിപ്പല്ല, പരിശുദ്ധ അമ്മ തട്ടിപ്പല്ല. ഇവിടെ നമ്മുടെ ഒപ്പം അമ്മയുടെ സാന്നിധ്യമുണ്ട്. ആവേ മരിയ, ആവേ മരിയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.